ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിസാൻ ഇന്ത്യയിൽ റീസെൻ്റ്ലി അൺവീൽ ചെയ്ത അവരുടെ എക്സ്ട്രെയിലിനെ പറ്റിയാണ്. 2001 നിസാന് എക്സ്ട്രെയിൽ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ടെറാനോയ്ക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് എക്സ്റ്റർ എത്തിയത്. 4th ജനറേഷൻ എക്സ്ട്രെയിലാണ് ഇന്ത്യയിൽ അൺവീൽ ചെയ്തത്. ഗ്ലോബലി നോക്കുവാണെങ്കിൽ 2022 4th ജനറേഷൻ ലോഞ്ച് ചെയ്തത്. എക്സ്ട്രെയിൽ ഇന്ത്യയിൽ റൈവൽ ചെയ്യാൻ പോകുന്നത് ടൊയോട്ട ഫോർച്യൂണറിനെയും സ്കോഡ കോഡിയാക്കിനെയും ജീപ്പ് മെറിഡിയത്തിനെയും MG ഗ്ലോസ്റ്ററിനെയുമാണ്. CMFC പ്ലാറ്റ്ഫോം ബേസ് ചെയ്താണ് എക്സ്ട്രെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. റെനോൾഡ് നിസാൻ മിസ്റ്റുബിഷി അലയൻസിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. 2705 mm ആണ് എക്സ്ട്രെയിലിൻ്റെ വീൽ ബേസ്. അതുപോലെ തന്നെ നിസാൻ എക്സ്ട്രെയിലിന് ഒരു 3 row വേർഷനും കൊടുക്കുന്നുണ്ട്. ഒരു 12 വാട്ടിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വരുന്ന ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇന്ത്യയിൽ നിസാൻ ലോഞ്ച് ചെയ്തത്. ആ എഞ്ചിൻ അറൗണ്ട് 160 ഹോഴ്സ് പവറും 300 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പെയർഡ് വിത്ത് CVT ട്രാൻസ്മിഷൻ, അതിൻ്റെ കൂടെ തന്നെ ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യലും നിസാൻ കൊടുക്കുന്നുണ്ട്. നിസാൻ പറയുന്നത് CVT ട്രാൻസ്മിഷനിൽ കാണുന്ന റബ്ബർ ബാൻഡ് എഫക്റ്റ് ഈ വണ്ടിയിൽ ഇല്ല എന്നാണ്. നിസാൻ പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ വേരിയബിൾ കംപ്രഷൻ ടർബോയുള്ള എഞ്ചിൻ ഇതാണെന്നാണ്. വേരിയബിൾ കംപ്രഷൻ റേഷ്യോ എന്ന് വെച്ചാൽ വണ്ടി നല്ല ഹാർഡായിട്ട് പുഷ് ചെയ്യുന്ന ടൈമിൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 8:1 ആവും. അപ്പോൾ പെർഫോമൻസ് കൂടും. അതുപോലെ തന്നെ ക്രൂസ് ചെയ്യുന്ന ടൈമിൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 14:1 എത്തും. അപ്പോൾ കൂടുതൽ എഫിഷ്യൻസിയും മൈലേജും കിട്ടും. ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു 12.3 ഇഞ്ച് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടെ ഒരു 8 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. അതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ AC-യും പാനറമിക് സൺറൂഫും വയർലെസ് ഫോൺ ചാർജറും പാഡൽ ഷിഫ്റ്റേഴ്സും നിസാൻ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയിലേക്ക് നോക്കുവാണെങ്കിൽ 7 എയർ ബാഗും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും റെയിൻ സെൻസിങ് വൈപ്പേഴ്സും ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറും 360-degree ക്യാമറയും നിസാൻ കൊടുക്കുന്നുണ്ട്. പേഴ്സണലി സ്പീക്കിംഗ്, നിസാൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത എക്സ്ട്രെയിലിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിന് പകരം E-പവറോ ഓർ E-പവറിൻ്റെ 4-wheel ഡ്രൈവ് സിസ്റ്റമോ കൊണ്ടുവരുമായിരുന്നെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ടൈറ്റ് ആക്കാൻ പറ്റുമായിരുന്നു നിസാന്. മീഡിയ ഡ്രൈവ് വന്നു കഴിയുമ്പോൾ എക്സ്ട്രെയിലിനെ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. സോ എക്സ്ട്രെയിലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് അപ്പോൾ അറിയാൻ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ.